ഹലോ ഡിയർ കോഡ് ലേണേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൈത്തണിൽ ഒരു അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഒരു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ കണ്ടിന്യൂസ് ലൊക്കേഷനിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ് അറേ. അപ്പോൾ പൈത്തണിൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നംപൈ എന്നുള്ളൊരു മൊഡ്യൂൾ ഉണ്ട്. നംപൈ ന്യൂമറിക്കൽ പൈത്തൺ എന്ന് പറയും. അതായത് വലിയ വലിയ ന്യൂമറിക്കൽ അനാലിസിസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നംപൈ മൊഡ്യൂൾ നോർമലി യൂസ് ചെയ്യുക. അപ്പോൾ ഈ മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു അറേ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അറേസ് പൈത്തണിൽ നോർമലി ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലിസ്റ്റ് യൂസ് ചെയ്ത് ഫോം ചെയ്യാം, ടപ്പിൾ യൂസ് ചെയ്ത് ഫോം ചെയ്യാം, സെറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇമ്പോർട്ട് നംപൈ. അപ്പോൾ നിങ്ങൾക്ക് നംപൈ എന്നുള്ള പേര് വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ഫോം ആക്കിയിട്ട് NP എന്ന് വേണമെങ്കിൽ വിളിക്കാം, നിർബന്ധമുള്ള കേസല്ല. സോ ഇമ്പോർട്ട് നംപൈ ആസ് NP. നമ്മൾ ആ നംപൈ എന്നുള്ള മൊഡ്യൂളിനെ NP എന്ന് റീനെയിം ചെയ്തെന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു ലിസ്റ്റ് യൂസ് ചെയ്ത് അറേ ഫോം ചെയ്യാം. സോ അതിന് വേണ്ടി നിങ്ങളൊരു ഫസ്റ്റ് ഒരു ലിസ്റ്റ് ഫോം ചെയ്യാം. നിങ്ങൾക്ക് ലിസ്റ്റിനെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്കൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഫസ്റ്റ് ഇൻപുട്ട് ചെയ്യാം. ഒരു ലിസ്റ്റ് നമ്മൾ ഫോം ചെയ്തു. ഇനി ഈ ലിസ്റ്റിനെ നമുക്കൊരു അറേ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമുക്കൊരു അറേ പേര് വിളിക്കാം AR ഈക്വൽ ടു നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് നംപൈ എന്നാണ്. ആ നംപൈ മൊഡ്യൂളിനെ നമ്മൾ NP എന്നുള്ള ഷോർട്ട് ഫോമിൽ വിളിക്കുന്നുണ്ട്. സോ NP ഡോട്ട്, അതായത് മൊഡ്യൂൾ നെയിം ഡോട്ട് അറേ എന്നുള്ള മെത്തേഡ് ഉണ്ട്. അറേ ഓഫ് ആർഗ്യുമെൻ്റ് ആയിട്ട് ആ ലിസ്റ്റാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അറേ ആണ് കിട്ടുക. ആൻഡ് ദാറ്റ് അറേ നെയിം ഈസ് AR. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറേ അവിടെ പ്രിൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു അറേ. അപ്പോൾ ഇങ്ങനെ അറേ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈത്തണിൽ നംപൈ മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് ഒരു അറേ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പല ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതായത് പല മെത്തേഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ സാധാരണ നിങ്ങൾ ലിസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഓപ്പറേഷൻസ് ലിമിറ്റഡ് ആണ്. അതിൽ ചെയ്യാൻ പറ്റാത്ത ഒട്ടുമിക്ക കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നംപൈ മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് അറേയുടെ മേലെ പെർഫോം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് N-ഡയമെൻഷണൽ അറേസ് വരെ ഫോം ചെയ്യാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് ഡയമെൻഷണൽ അറേസ്, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ, 4 ഡയമെൻഷണൽ അറേസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തണിൽ നംപൈ മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് അറേ തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ, ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മോഡുലസ് കാണുന്നുണ്ടെങ്കിൽ, എക്സ്പോണൻറ്റ് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അറേ നമുക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ടാമതൊരു ലിസ്റ്റ് ഒരു അറേ ഫോം ചെയ്യാം. Li2 എന്ന് ഫോം ചെയ്യാം. Li2 ഈക്വൽ ടു 2, 4, 6, 8, 10 ഇങ്ങനെ ഒരു ലിസ്റ്റ് ഫോം ചെയ്തു തരുക. ഇനി നമുക്കൊരു വേറൊരു അറേ ഫോം ചെയ്യാം. AR2 ഈക്വൽ ടു രണ്ടാമത്തെ അറേ ഈക്വൽ ടു NP ഡോട്ട് അറേ ഓഫ്. ഇതിൽ അറേ എന്നുള്ള മെത്തേഡ് മാത്രമല്ല അറേ ക്രിയേറ്റ് ചെയ്യാൻ പൈത്തണിൽ. ഇത് കൂടാണ്ട് റേഞ്ച് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അതും അറേ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ വൺസ് എന്നുള്ള മെത്തേഡ് ഉണ്ട്, സീറോസ് എന്നുള്ള മെത്തേഡ് ഉണ്ട്, LINS സ്പേസ് ഉണ്ട്, റേഞ്ച് ഫംഗ്ഷൻ ഉണ്ട്. പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറേ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്, അറേ എന്നുള്ള മെത്തേഡ്. ഇപ്പോൾ നമുക്ക് Li2 വെച്ചിട്ട് ഒരു അറേ ഫോം ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് അറേ ആണുള്ളത്. ഒന്ന് AR ഉണ്ട്, അതുപോലെ AR2 ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് അറേസ് തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിസൾട്ട് എന്നുള്ള വേരിയബിളിന് അതോട് സ്റ്റോർ ചെയ്യാം. സോ AR പ്ലസ് AR2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എലമെൻറ്റ് ബൈ എലമെൻറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് 1+2 ചെയ്യും, അതേപോലെ 2+4 ചെയ്യും, 3+6 ചെയ്യും. അങ്ങനെ എലമെൻറ്റ് ബൈ എലമെൻറ്റ് ആഡ് ചെയ്യും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ മൈനസ് കൊടുത്താൽ മതി. ഇതിനൊക്കെ ഈക്വലൻ്റ് ആയിട്ട് കറസ്പോണ്ടിങ് മെത്തേഡ്സും അവൈലബിൾ ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ആഡ് ഓഫ് AR, AR2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് അറേ തമ്മിൽ ആഡ് ആയി കിട്ടും. ഇതിനൊക്കെ കറസ്പോണ്ടിങ് മെത്തേഡ്സും അവൈലബിൾ ആണ്. നമുക്ക് ആ റിസൾട്ടിൻ്റെ അറേ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ഓഫ് റിസൾട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് ബൈ എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. അതായത് 1+2 ദാറ്റ് ഈസ് 3, 2+4 6, 3+6 9. അപ്പോൾ ഇതാണ് റിസൾട്ടിൻ്റെ അറേ. അപ്പോൾ ഇങ്ങനെ പല ഓപ്പറേഷൻസും, ഇത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ആഡ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചെന്നുള്ളൂ. ഇങ്ങനെ പല ഓപ്പറേഷൻസും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ലിസ്റ്റ് യൂസ് ചെയ്തിട്ട്, അതൊരു പ്രോഗ്രാം സ്ക്രിപ്റ്റ് എഴുതാം. അതിനകത്ത് ഒരു ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു അറേ ഫോം ചെയ്യണം. അതിനകത്തോട്ട് എലമെൻറ്റ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്യണം, അതുപോലെ കോൺകാറ്റിനേറ്റ് ചെയ്യണം. ദെൻ ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യണം, ഒരു എലമെൻറ്റ് സെർച്ച് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് ഓപ്പറേഷൻസ് ഒന്ന് പെർഫോം ചെയ്ത് ഒരു പ്രോഗ്രാം ആക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ന്യൂ ഫയൽ എടുക്കാം. ഇതിനകത്ത് പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇമ്പോർട്ട് നംപൈ ആസ് NP ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് യൂസറോട് ചോദിക്കാം എത്ര എലമെൻറ്റ്സ് ഈ അറേയിലോട്ട് ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു N യൂസ് ചെയ്യാം. സോ N ഈക്വൽ ടു ഇൻറ്റ് ഓഫ് input of how many
എലമെൻറ്റ്സ്, എത്ര എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളത് അത് n എന്നുള്ള വേരിയബിളിനകത്ത് റീഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ എലമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യാൻ പറയാം. സോ പ്രിന്റ് എൻ്റർ ദ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാം. നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് എലമെൻറ്റ്സ് റീഡ് ചെയ്യാം. ഫോർ I ഇൻ റേഞ്ച് ഓഫ് n എലമെൻറ്റ്സ് ആണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. സോ I ഇൻ റേഞ്ച് ഓഫ് n എലമെൻറ്റ്സ് റീഡ് ചെയ്യണം. ആ എലമെൻറ്റ്സ് റീഡ് ചെയ്യുന്ന എന്ത് ചെയ്യണം, അറയിലോട്ട് അല്ലെങ്കിൽ ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഇനീഷ്യലി ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ എം ടി ആക്കിയിട്ട് വെക്കാം. ഒരു ലിസ്റ്റ് ഇനീഷ്യലി എം ടി ആക്കി വെക്കാം. ഓക്കെ, ഞാൻ ലിസ്റ്റിനകത്തോട്ടാണ് നമ്മൾ എലമെൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ li ഡോട്ട് അപ്പൻഡ് ഓഫ്, നമുക്ക് കീബോർഡിൽ നിന്ന് എലമെൻറ്റ് റീഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് ഇതിനുള്ളിൽ തന്നെ ആർഗ്യുമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് അങ്ങനെയും കൊടുക്കാം. സോ ഇൻഡ് ഓഫ്, നമുക്ക് ഇൻറ്റിജർ എലമെൻറ്റ് ഉള്ള ഒരു അറയാണ് നമ്മൾ റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീബോർഡിൽ നിന്ന് ഒരു എലമെൻറ്റ് റീഡ് ചെയ്യും, അതിനെ എന്ത് ചെയ്യും, ഈ ലിസ്റ്റിനകത്തോട്ട് അപ്പൻഡ് ചെയ്യും. ഓക്കെ, അതിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ഫോം ആക്കണം, ഇങ്ങനെയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ എലമെൻറ്റ് ഈക്വൽ ടു ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, എലമെൻറ്റ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യും, അതിനെ എന്ത് ചെയ്യാം, ഈ ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഓരോ എലമെൻറ്റ് റീഡ് ചെയ്യും, ആ എലമെൻറ്റിനെ ലിസ്റ്റിനകത്തോട്ട് അപ്പൻഡ് ചെയ്യും. അങ്ങനെ n എലമെൻറ്റ്സ് വരെ ഈ ലൂപ്പ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്തു. ഇപ്പോൾ ലിസ്റ്റിനകത്ത് നമുക്ക് എലമെൻറ്റ്സ് ആയി കിട്ടി. ഇനി ഇതിനെ ഒരു അറേ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അറയുടെ പേര് പറഞ്ഞു കൊടുക്കുക, ഈക്വൽ ടു np ഡോട്ട് അറേ ഓഫ് ആർഗ്യുമെൻ്റ് ആയിട്ട് ആ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അറേ ക്രിയേഷൻ മെത്തേഡ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ദി ഒറിജിനൽ അറേ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അറേ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഒരു അറേയിലോട്ട് എലമെൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അപ്പൻഡ് മെത്തേഡ് തന്നെയാണ് അറേയിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണോ എലമെൻറ്റ് ആഡ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് കീബോർഡിൽ നിന്ന് ഫസ്റ്റ് റീഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എലമെൻറ്റ് ഈക്വൽ ടു ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ എലമെൻറ്റ് ടു അപ്പൻഡ്, എലമെൻറ്റ് അപ്പൻഡ് ചെയ്യാനുള്ളത്. ജസ്റ്റ് അപ്പൻഡ് ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നുള്ളൂ. ആ എലമെൻറ്റിനെ അറയിലോട്ട് അപ്പൻഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒരു പുതിയ അറേ ആയിട്ട് തന്നെ, അതായത് ഓൾറെഡി ഉള്ള അറേ നെയിമിൽ തന്നെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. സോ ആർ ഈക്വൽ ടു നമ്മൾ മൊഡ്യൂളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, ഡോട്ട് അപ്പൻഡ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുക. ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് നമ്മൾ ഒറിജിനൽ അറേ പറഞ്ഞു കൊടുക്കണം. അതിനകത്തോട്ട് ഏത് എലമെൻ്റ് ആണോ ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്യേണ്ടത് ആ എലമെൻറ്റ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എലമെൻറ്റ്, പർട്ടിക്കുലർ എലമെൻറ്റ് അറയിലോട്ട് അപ്പൻഡ് ആയിക്കോളും. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ദി അറേ ആഫ്റ്റർ അപ്പൻഡ്, അറേ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. അപ്പോൾ അപ്പൻഡ് ഓപ്പറേഷൻ ഇങ്ങനെയാണ് പെർഫോം ചെയ്യുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള എലമെൻറ്റ് ഫസ്റ്റ് കീബോർഡിൽ നിന്ന് യൂസർ നിന്ന് റീഡ് ചെയ്യണം. എൻ്റർ ദ എലമെൻറ്റ് ടു റിമൂവ് എന്ന് കൊടുക്കാം. എൻ്റർ ദ എലമെൻറ്റ് ടു റിമൂവ്, ആ എലമെൻറ്റ് റീഡ് ചെയ്തു. അപ്പോൾ ഇവിടെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം പൊസിഷനിൽ ആ എലമെൻറ്റ് ഉണ്ട് എന്നുള്ളത് ആദ്യം കാണണം. അപ്പോൾ നിങ്ങൾ ഇൻഡെക്സ് വേരിയബിളായിട്ട് i യൂസ് ചെയ്യാം. i ഈക്വൽ ടു np ഡോട്ട് വേർ എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. എവിടേക്കോ അറയിൽ ആ ലൊക്കേഷനിൽ ഏതൊക്കെല്ലാം ലൊക്കേഷനിൽ ആ എലമെൻറ്റ് ഉണ്ട് എന്നുള്ളത് സെർച്ച് ചെയ്യണം. അതിനാണ് വേർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ അറയുടെ പേര് പറഞ്ഞു കൊടുക്കുക. അറയുടെ പേര് ആർ എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് സെർച്ച് ചെയ്യാനുള്ള എലമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ ലിസ്റ്റ് ഓഫ് ഇൻഡിസസ് വേർ ദി എലമെൻറ്റ്സ് ആർ ഫൗണ്ട്. അത് i എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഡിലീറ്റ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുക. എലമെൻറ്റ് റിമൂവ് ചെയ്യാൻ ഡിലീറ്റ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുക. ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ അറേ പേര് പറഞ്ഞു കൊടുക്കുക. ദെൻ ഇൻഡെക്സ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഏതെല്ലാം പൊസിഷനാണോ ആ പൊസിഷനൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റ്സ് ഒക്കെ ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് വരുന്ന എല്ലാ ലൊക്കേഷനും എലമെൻറ്റിനെ റിമൂവ് ചെയ്തിട്ട് പുതിയൊരു അറേ ആർ എന്നുള്ള വേരിയബിളിനകത്തോട്ട് എന്ത് ചെയ്യും, റിസൾട്ട് സ്റ്റോർ ചെയ്യും. സോ ദി അറേ ആഫ്റ്റർ റിമൂവൽ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. അറേ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എലമെൻറ്റ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു എലമെൻറ്റ് റീപ്ലേസ് ചെയ്യണം എന്ന് കരുതുക. ഒരു എലമെൻറ്റ് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേ മെത്തേഡിൽ നിന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം.
സോ എൻ്റർ ദ എലമെൻറ്റ് ടു റീപ്ലേസ്. ഏത് എലമെൻറ്റിനാണോ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് ആ എലമെൻറ്റ് ഫസ്റ്റ് റീഡ് ചെയ്യാം. ദെൻ ഒരു പുതിയൊരു വേരിയബിളിനകത്തോട്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏത് എലമെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം അല്ലേ. അതായത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ റീപ്ലേസ് ചെയ്യാണ് വേണ്ടത്, അപ്പോൾ അത് ഏത് എലമെൻറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യണം, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. സോ എൻ്റർ ദ ന്യൂ എലമെൻറ്റ്, എൻ്റർ ദ ന്യൂ എലമെൻറ്റ്, അത് ന്യൂ എന്നുള്ള വേരിയബിളിനകത്ത് റീഡ് ചെയ്തു. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാനും ഇതേപോലെ തന്നെ വേർ മെത്തേഡ് യൂസ് ചെയ്യാം. റീപ്ലേസ് ചെയ്യാനും വേർ മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആ അറേയിൽ ഏത് പൊസിഷനാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. സോ AR ഈക്വൽ ടു നമുക്ക് സെർച്ച് ചെയ്യാനുള്ള എലമെൻറ്റ് ഏത് പൊസിഷനിലാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, സോ NP ഡോട്ട് വേർ AR ഈക്വൽ ടു എലമെൻറ്റ്, അത് കണ്ടു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലൊക്കെ ന്യൂ എലമെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അല്ലാത്ത ലൊക്കേഷനിലൊക്കെ നമ്മുടെ അറേ എലമെൻറ്റ് തന്നെ വേണം. അപ്പോൾ ഇതാണ് റീപ്ലേസ് ചെയ്യാനുള്ള മെത്തേഡ്. അതായത് നമുക്ക് ആദ്യം എലമെൻറ്റിനെ സെർച്ച് ചെയ്യണം. അപ്പോൾ ഏതെല്ലാം ഇൻഡെക്സിൽ എലമെൻറ്റ് കാണുന്നോ അവിടെയൊക്കെ ന്യൂ എന്നുള്ള എലമെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അല്ലാത്ത ലൊക്കേഷനിലൊക്കെ നമ്മളെ അറേ തന്നെ വേണം. സോ ദ അറേ ആഫ്റ്റർ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആ അറേയും പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു പ്രോഗ്രാം. അതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ടെസ്റ്റ് എന്ന് പേര് കൊടുക്കാം. സോ ഹൗ മെനി എലമെൻറ്റ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 5 എലമെൻറ്റ് കൊടുക്കാം. എൻ്റർ ദ എലമെൻറ്റ്സ് 3, 5, 2, 6, 1. സോ ദ അറേ എലമെൻറ്റ്സ് ആർ, ദ ഒറിജിനൽ അറേ ഈസ് 3, 5, 2, 6, 1. സോ എൻ്റർ ദ എലമെൻറ്റ് ടു അപ്പൻഡ്. നമുക്ക് 7 അപ്പൻഡ് ചെയ്ത് നോക്കാം. സോ ദ അറേ ആഫ്റ്റർ അപ്പൻഡ് 3, 5, 2, 6, 1, 7. എൻ്റർ ദ എലമെൻറ്റ് ടു റിമൂവ്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ 2നെ റിമൂവ് ചെയ്ത് നോക്കാം. 2 കൊടുത്തു കഴിഞ്ഞാൽ ആ 2 റിമൂവ് ആയി കിട്ടും. 3, 5, 6, 1, 7 ആയി. ഇനി എൻ്റർ ദ എലമെൻറ്റ് ടു റീപ്ലേസ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ 1നെ റീപ്ലേസ് ചെയ്യാം. 1നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 8 എന്ന് കൊടുക്കാം. സോ 1 കൊടുത്തു. എൻ്റർ ദ ന്യൂ എലമെൻറ്റ് 8 കൊടുത്തു. സോ 1 റീപ്ലേസ് ആയിട്ട് ആ പൊസിഷനിൽ 8 വന്നു. അപ്പോൾ ഇതാണ് പൈത്തണിൽ NumPy മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യേണ്ട മെത്തേഡ്. വളരെ സിമ്പിളാണ്. അറേ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ ഒന്നുകിൽ ലിസ്റ്റ് അല്ലെങ്കിൽ ടപ്പിൾ അല്ലെങ്കിൽ ഒരു സെറ്റാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് അറേ എന്നുള്ള മെത്തേഡിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വൺസ് എന്നുള്ള മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ സീറോസ് എന്നുള്ള മെത്തേഡ് ഉണ്ട്. സീറോസ് ചെയ്യാന്നുണ്ടെങ്കിൽ അറേയിലുള്ള കംപ്ലീറ്റ് എലമെൻറ്റും 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യും. വൺസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ലൊക്കേഷനിലും 1 എന്നുള്ള വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യും. അതുപോലെ LINS സ്പേസ് ഉണ്ട്, ലീനിയർ സ്പേസിങ്. അതായത് ഓരോ എലമെൻറ്റ് തമ്മിലൊരു സ്പേസിങ് എത്ര ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റേഞ്ച് ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങൾക്കൊരു റേഞ്ച് ഓഫ് വാല്യൂസ് വെച്ചിട്ടുള്ള ഒരു അറേ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അറേ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അറേ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.